ഇറ്റ്സ് മീ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം വന്ന ദിവസത്തിൻ്റെ നെക്സ്റ്റ് ഡേ ആണ്. രാവിലെ എണീറ്റതും ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ബുഫേ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സിദ്ധുവിനെ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നാണ് നമ്മൾ ഡ്രസ്സെല്ലാം വാങ്ങുന്നത്. അപ്പം എല്ലാം ഓൺലൈൻ ത്രൂ ആയതുകൊണ്ട് തന്നെ പാകാണോ എന്തൊക്കെ ചെയ്യേണ്ടി വരുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇപ്പോൾ കാണിച്ചു തരുന്നത് സിദ്ധുവിൻ്റെ അനിയൻ സുദേവ് സന്തോഷ്. പക്ഷെ ഞങ്ങൾ ദേവൂട്ടൻ എന്നാണ് വിളിക്കുക. ഇനിയിപ്പോൾ അത് മെൻഷൻ ചെയ്യുന്നതുകൊണ്ട് അവന് ഇഷ്ടാവുമെന്ന് അറിയില്ല. എന്നാലും ദേവൂട്ടൻ എനിക്കും സിദ്ധുവിനും ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഗിഫ്റ്റ് ഇതാണ്. അപ്പം ഞാനത് അൺബോക്സ് ചെയ്യുന്നതും അത് ഇടുന്നതുമാണ്. അപ്പോൾ കുറച്ച് എനിക്കത് ശരിയാക്കാനുണ്ട്. പക്ഷെ എനിക്ക് എന്തായാലും അവൻ്റെ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടു. ഞാൻ പണ്ട് വാച്ച് ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ക്രമേണ എന്താ പറയുക, ന്യൂസിലാൻഡിലൊന്നും ഫോണിലുകൊണ്ട് വാച്ചിൻ്റെ ആ ഒരു ആവശ്യം വരില്ല. പക്ഷേ ഇനി ഞാൻ വാച്ചെല്ലാം യൂസ് ചെയ്ത് ഞാൻ വിചാരിക്കുന്നു. കാരണം എനിക്ക് വാച്ച് ഇഷ്ടമുള്ള ഒരാളായിരുന്നു. പക്ഷേ ഇടയിൽ എന്തോ സംഭവിച്ച് നിന്നു പോയതാണ്. അപ്പോൾ ഇനി മുതൽ ദേവൂട്ടൻ്റെ വാച്ചായിരിക്കും എൻ്റെ കയ്യിൽ. അപ്പം അന്നത്തെ പ്രോഗ്രാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് വാങ്ങുക, പിന്നെ കുറച്ച് ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഒരു കപ്പിൾ ഷൂട്ട്. കാരണം ന്യൂസിലാൻഡിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഫോട്ടോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല. അപ്പം എനിക്ക് പിന്നെ ഫോട്ടോ ഭ്രാന്തുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ എടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പം ഞങ്ങൾ ഇപ്പോഴും അവരെ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ കുറച്ച് നേരത്തിനുള്ളിൽ അവർ വന്നു. അപ്പം നമ്മൾ നേരെ പോയത് അങ്കമാലിയിലുള്ള അലങ്കാര ബൊട്ടീക്കിലേക്കാണ്. അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലത് മാത്രമേ ഉള്ളൂ. ഞാൻ സ്റ്റാർട്ടിങ് വേറെ കുറേ ആൾക്കാരായിരുന്നു ഞാൻ സമീപിച്ചത്. പക്ഷേ എനിക്ക് വേണ്ടത് ഒന്നും എനിക്ക് കിട്ടിയില്ല. ഇതൊന്നും ആയിരുന്നില്ല എൻ്റെ പ്ലാൻ. ആക്ച്വലി എനിക്ക് ഡ്രസ്സിന് എൻ്റേതായൊരു ഡിസൈൻ ഉണ്ടായിരുന്നു, കാര്യങ്ങളുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ആരെ അപ്രോച്ച് ചെയ്യുമ്പോഴും അത് നടക്കുന്നില്ല. അവസാനം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരുടെ ഒരു ഡ്രസ്സ് എനിക്ക് വീഡിയോയിൽ കാണാൻ പറ്റിയത്. അപ്പോൾ ഞാൻ അതിൻ്റെ കളർ ചേഞ്ച് ഞാൻ തന്നെ കൊടുത്ത് അങ്ങനെ ചെയ്യിപ്പിച്ചതാണ്. പക്ഷേ ഫ്രം സ്റ്റാർട്ടിങ് ടു ടിൽ ഞങ്ങൾ വാങ്ങാൻ പോയ ദിവസം വരെ അവരുടെ എന്താ പറയുക, എപ്പോൾ മെസ്സേജ് അയച്ചാലും റിപ്ലൈ തരും, അല്ലെങ്കിൽ മെഷർമെൻറ്റ്സ് എടുക്കുന്നതിലാണെങ്കിലും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ താങ്ക് യു ഫോർ അലങ്കാര ബൊട്ടിക്. അതുപോലെ തന്നെ ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. സിദ്ധുവിനാണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ടു സിദ്ധുവിൻ്റെ ഡ്രസ്സ്. അപ്പം അവർ തന്നെ എന്താ പറയുക, സിദ്ധു മുണ്ട് ഇങ്ങനെ വേണമെന്നും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നു. അവിടെ പോയിട്ടാണെങ്കിലും അവരുടെ നമ്മളോടുള്ള ഇൻട്രാക്ഷൻസും എല്ലാം നല്ലതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ലുക്കിംഗ് ഫോർവേഡ് ടു വർക്ക് വിത്ത് യു എഗെയിൻ. അപ്പോൾ താങ്ക് യു വൺസ് അഗെയിൻ. ഫോട്ടോസ് എല്ലാം കിട്ടുമ്പം ഞാൻ അവരെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് പരിപാടി. ഇതെല്ലാം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷൂട്ട് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഷൂട്ട് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അപ്പുവേട്ടൻ അന്നായിരുന്നു തിരിച്ചു പോകുന്നത്. അപ്പോൾ അപ്പുവേട്ടൻ കൂടെ കാണാൻ, കാരണം അപ്പുവേട്ടൻ എൻഗേജ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പം വെറുതെ ആ ഒരു സമയം നമുക്ക് എന്തെങ്കിലും യൂട്ടിലൈസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ ഒരു തോട്ട് വന്നത്. പക്ഷെ അപ്പുവേട്ടൻ നേരത്തെ എത്തി. പക്ഷെ എന്നിട്ടും ഞങ്ങൾക്ക് അപ്പോൾ കാണാൻ പറ്റിയില്ല. രാത്രിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ സിദ്ധു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ നേരെ സ്റ്റുഡിയോയിലേക്ക്, അവിടുത്തെ അങ്കമാലിയിൽ സ്റ്റുഡിയോയിലേക്ക് പോയി. എനിക്ക് മാച്ചായിട്ടുള്ള കുറച്ച് ഡ്രസ്സ് എടുക്കാമെന്ന്. ഞാൻ ഓൾറെഡി പ്രിപ്പയർഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇൻസ്റ്റഗ്രാം വഴി മെറിൻ ഞാനിനി ഡ്രസ്സ് കിട്ടി ഫോട്ടോസ് കിട്ടി ഇടുമ്പോൾ ഞാൻ മെൻഷൻ ചെയ്യാം. മെറിൻ കാനഡയിലാണ്. പക്ഷേ മെറിനായിരുന്നു എൻ്റെ മെഷർമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ചെയ്ത്. മെറിൻ വീട്ടിൽ അമ്മയാണ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പം അത് മെറിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. A to Z എല്ലാ കാര്യങ്ങളും. പാതിരാത്രി ആണെങ്കിലും നമ്മൾ കാനഡയും ന്യൂസിലാൻഡിലും ടൈം വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും എല്ലാം ഭയങ്കര എന്താ പറയുക, കൺവീനിയൻ്റ് ആയിരുന്നു എനിക്ക് സംസാരിക്കാൻ. ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെയാണ് നമ്മളെല്ലാം ചെയ്തത്. അപ്പോൾ ആ ഡ്രസ്സാണിത്. ഒരു ഔട്ട്ഫിറ്റും കൂടെ ഉണ്ട്. അപ്പം അത് പിന്നീട് ഞാൻ വീഡിയോയിൽ കാണിക്കാം. അത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടായിരുന്നു ആ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഷൂട്ട് തുടങ്ങിയിരുന്നു. മട്ടാഞ്ചേരിയിലായിരുന്നു പോയത്. നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ കുഞ്ഞിപ്പാറു എന്ന് പറയുന്ന അഞ്ജന ഗോപിനാഥ് ആയിരുന്നു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ 2 ഡ്രസ്സിൽ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ കിട്ടുമ്പം ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ. പിന്നീട് ഞാൻ മുന്നേ ചെയ്തപ്പോൾ അച്ഛൻ്റെ ആൾക്കാരായിരുന്നു. അതുകൊണ്ട് ഞാൻ കംഫർട്ടബിൾ എന്നല്ല, ഞാൻ അതായിട്ട് യൂസ്ഡാണ്. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ എടുത്തപ്പോൾ എനിക്ക് അപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഞാൻ കോൺഷ്യസ് ആവുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് തുടക്കത്തിലൊക്കെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളായിരുന്നു. ഞാൻ അങ്ങനെ ഭയങ്കര ഫ്രീ ആയിട്ടായിരുന്നില്ല.
പക്ഷേ പിന്നെ ഞാനതിന് കംഫർട്ടബിളായി തുടങ്ങി. പിന്നെ ഭയങ്കര എന്താ പറയുക റഷായിരുന്നു ഞങ്ങൾ. മീൻസ് സമയവും കാര്യങ്ങളും അപ്പോട്ടെ കാണാൻ പോകണം എന്നുള്ളതും തിരിച്ച് വീട്ടിൽ പോകാൻ സമയമാവും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം അതൊക്കെ കണ്ടിട്ട് വരൂ. അതെല്ലാം കഴിഞ്ഞപ്പം സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വിശക്കുമല്ലോ. നമ്മൾ അരിപ്പയിൽ കയറി ഫുഡെല്ലാം കഴിച്ചു. ഞങ്ങൾ നേരത്തെ ഞാനും അച്ഛനും അമ്മയും ഇറങ്ങി. സിദ്ധു, അമ്മയും ദേവുടിനും പൊന്നൂസും ഗോകുലും എല്ലാവരും കൂടെ പിന്നീടാണ് വന്നത്. അപ്പോഴേക്കും ഞങ്ങൾ അപ്പോട്ടെ താമസിക്കുന്ന അവിടെ പോയി അങ്ങനെ അപ്പോട്ടെ കണ്ടു. പിന്നെ അവരും ജോയിൻ ചെയ്തു. എന്നിട്ടാണ് അപ്പോട്ടെ എയർപോർട്ടിൽ പോയത്. അപ്പോട്ടെയാണ് ഈ പ്ലാൻ ഇട്ടത് കാണാൻ. കാരണം അപ്പോട്ടേക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിൽ കൂടണമെന്ന്. പക്ഷേ ഒരാഴ്ചത്തേക്ക് ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയില്ല. അപ്പം അപ്പോട്ടെ നന്നായിട്ട് മിസ് ചെയ്തു ഞങ്ങൾ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അതൊക്കെയാണ് അന്നത്തെ ഉണ്ടായിരുന്ന സംഭവങ്ങൾ. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു പോയില്ല, കാരണം അച്ഛനെ രാത്രി ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ വീണ്ടും അവിടെ സ്റ്റേ ചെയ്തു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് പോയത്. എൻ്റെ അമ്മയും അച്ഛനെയും കണ്ട് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. അപ്പോൾ ഇതാണ് സിദ്ധുവിൻ്റെ അമ്മ, പിന്നെ ഇത് സിദ്ധുവിൻ്റെ അനിയന്മാരാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇഷ്ടപ്പെട്ടെങ്കിൽ. അപ്പോൾ വീണ്ടും അടുത്ത എൻഗേജ്മെൻറ്റ് വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇതിലെ ബ്ലൂ ഷർട്ട് ഗോകുലാണ്, സിദ്ധുവിൻ്റെ സ്കൂൾ ഫ്രണ്ടാണ്. എൻ്റെ ബാക്കിൽ നിൽക്കുന്നത് സിദ്ധുവിൻ്റെ അനിയൻ ദേവുട്ടനും, പിന്നെ ഫ്രണ്ടിലുള്ളത് അമ്മാവൻ്റെ മുൻ പൊന്നൂസും. ദേവ് എന്നാണ് അവൻ്റെയും പേര്. അപ്പം അതും അനിയൻ തന്നെയാണ്. അപ്പോൾ 2 അനിയന്മാരുടെ കൂടെയാണ് ഞാൻ യാത്ര ഉണ്ടായിരുന്നു, സിദ്ധു കൂടാതെ. പിന്നെ അമ്മയും പിന്നെ എൻ്റെ അച്ഛനും അമ്മയും. അപ്പോൾ അത്രേ ഉള്ളൂ. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.